രാജാപ്പാർട്ടാ തരി ഓവർ സ്മാർട്ടാ ഈ കൊട്ടാരത്തിൽ തോമസ് ആൽവാ എഡിസൺ നോമാണ്. ഇത് മൊത്തം വീമ്പാ വെറും ഓലപ്പാമ്പ പള്ളി അത്താഴത്തിന് അന്തപുരത്തിൽ കുക്കിംഗ് ഗ്യാസ് തീർന്നേ. അഭിനവ മൈക്കൽ ജാക്സണി കൊട്ടാര നടന കോകിലം ഞാൻ പഴഞ്ചൻ മട്ടുപ്പ വേസി മോളാക്കണം ഇനിയതാ ഫാഷൻ. ആസ്ഥാന മിസ് വേൾഡ് ആണ് ഞാൻ. കറിയൊപ്പം മുളകായി ചേരും നമ്മിൽ ചിരിമഴ പൊഴിയണ കടുകുമണി നീ. അച്ഛനല്ലിരിക്കണേ പറയടാ. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? അച്ഛൻ ഞങ്ങൾക്കൊരു 3000 രൂപ വേണം. എൻ്റെ അടുത്താ? ആ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതാണ് എൻ്റെ വിശ്വാസം. അതൊരു വിശ്വാസം മാത്രല്ലല്ലോ, സത്യം കൂടിയല്ലേ. എന്റെ അച്ഛന് നാണൂല്ലേ? സ്വന്തം മക്കൾക്കൊരു മിഠായെങ്കിലും മേടിച്ചു തന്നൂടെ? മുട്ടായെന്നാ പല്ല് പുഴുവരിക്കും. മിഠായി പഞ്ചു വിചാരിക്കും. എന്റെ ബാലുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോയി ആത്മഹത്യ ചെയ്താനെ. അച്ഛനമ്മ അയക്കാൻ കൊച്ചുങ്ങളെ കറക്കാനെങ്കിലും കൊണ്ടുപോകണം. കറക്കാനാ? എന്താ പശുവാ? ഇത്ര വേണ്ടായിരുന്നു കേട്ടോ. ഓ എന്താ നാക്ക്. ആദ്യം അച്ഛനെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്റെ ബാലുവിനെ സഹിക്കുന്നതിന് അവരെ പൂവിട്ട് പൂജിക്കണം. ഒരു കാര്യം ചെയ്യ്, കുറച്ച് പൂവിഞ്ഞ് കൊണ്ടുപോവാ. എന്തിനാ? അല്ല അവരെയൊക്കെ എനിക്ക് പൂജിക്കേ. ഒരാളാ തള്ളയാ മക്കള്. മനുഷ്യന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുമ്പോ ഇടയിൽ കൂടെ ഓടി വന്ന് എന്നെ തടസ്സപ്പെടുത്തും. പിന്നെ ഫീസ് കൊടു, വിശത്ത് പോ, പാർക്കിൽ പോ, ബീച്ചിൽ പോവെന്ന് പറഞ്ഞോട്ട് എന്റെ കാരണ ഞാൻ കൊടുക്കുന്ന ഞാനല്ലേ ചോദിക്കുന്നവരാണെങ്കിൽ. ഈ വീട്ടിൽ താമസിച്ചാ എന്നിലെ ശാസ്ത്രജ്ഞൻ മരിക്കും. മരിച്ചില്ലേ ഞങ്ങൾ തെളിക്കുന്നു. അച്ഛന്റെ ഉള്ളിലെ ശാസ്ത്രജ്ഞൻ മരിച്ചാലേ ഞങ്ങള് ഹാപ്പി ആവുള്ളൂ. എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചേക്കാണല്ലേ. ഞാൻ പോണം. അടുക്കളയിലുണ്ടല്ലോ, അത് തേച്ചോളൂ. എന്തായാലും അച്ഛനും അമ്മയും ഈ ജന്മത്തെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന് വിചാരിക്കണ്ട. ഒന്ന് പുറത്തു പോയി ആഹാരം കഴിക്കണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് നാള് കുറയായി. ഓ, അമ്മയുടെ കുക്കിംഗ് കാരണം ഉള്ള ഫുഡിന്റെ ടേസ്റ്റ് പോലും ഓർമ്മയില്ല. ഇതിപ്പോ നമ്മള് രണ്ടുപേര് മാത്രമാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഇത്രയും ചെലവ് വരത്തില്ലല്ലോ അല്ലടി? പിന്നെ അല്ല. ഓ, അപ്പൊ നിങ്ങൾ മൂത്ത രണ്ടുപേരും മാത്രം അല്ലേ? അപ്പൊ ഞങ്ങൾ മൂന്നുപേരായി. ശശി എന്റെ ചേച്ചി, ഇപ്പൊ നമ്മുടെ ആവശ്യം എന്താ? പുറത്ത് കറങ്ങാൻ പോണം. അതിനൊരു ഐഡിയ കണ്ടുപിടിക്ക്. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ കുറച്ച് ചീപ്പാണ്. അല്ലെങ്കിൽ നിന്റെ തലക്കകത്തിരുന്ന് വരുന്ന ഐഡിയ ഒക്കെ ചീപ്പാണ്. നീ എന്ത് കാര്യം എന്താ വെച്ചാ പറ. എന്നാ നീ കേക്കണ്ട എന്റെ ഐഡിയ. എന്റെ ചേച്ചി, നമ്മളിപ്പോ ഇത്രയും പേരില്ലേ? ചേച്ചിയുടെ ഏത് കൂടുതൽ ഐഡിയ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഒന്ന് പറഞ്ഞു തുറക്കട്ടെ ചേച്ചി. പറ നീ. നമുക്ക് പുറത്തു പോകാൻ പറ്റിയ ഏക മാർഗം നമ്മുടെ മാമനാണ്. മാമനോ? പക്ഷെ നമ്മൾ മാങ്ങട്ടോടത്ത് പണിയും വെച്ച് നോക്കുമ്പോ മാമിന് ഏരിയ പോലെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഓക്കെ, പക്ഷെ നമ്മൾ മാമനെ വരുത്തിക്കണം. കുട്ടിച്ചാത്തമാര് എടുത്തോ? അല്ല, നമ്മൾ വരുത്തിക്കും. ഞാൻ പറയട്ടെ, മാമൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല. നമ്മൾ മാമനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അതിന് പെണ്ണെവിടെ? പെണ്ണില്ല. പിന്നെ പക്ഷെ പെണ്ണുണ്ടെന്ന് നമ്മൾ പറയും. നീ കാര്യം എന്താ വെച്ചാ തെളിച്ച് പറ. എടാ, മാമൻ ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ്. അവൾക്ക് മാമന്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞ് നമ്മൾ മാമനെ കൊണ്ട് സമ്മതിപ്പിക്കും. എന്നിട്ടെന്താ, ആദ്യം ഒരു പെണ്ണാളിൽ നമുക്ക് ഇവിടെ വെച്ചടത്താം. അടുത്ത പെണ്ണാളിൽ നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചടത്താം. അതിന് ആ കൂടി ഒരു പെണ്ണല്ലേ ഉള്ളൂ. എന്തോ നീ പറയുന്നത്? എടാ, ഓൾറെഡി പെണ്ണില്ല. എടാ, പെണ്ണില്ല. പക്ഷെ പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുത്തുന്നത്. മനസ്സിലായോ? വാ, പ്ലാൻ ചെയ്യാം, പ്ലാൻ ചെയ്യാം, പ്ലാൻ ചെയ്യാം. എല്ലാവർക്കും ഐഡിയ കാര്യമായിട്ട് മനസ്സിലായല്ലോ. നമ്മള് മാമനെ പെണ്ണ് കാണാൻ വേണ്ടി ഇവിടെ വരുത്തിക്കും. അപ്പൊ മാമൻ പെണ്ണെവിടെയും ചോദിക്കും. അപ്പൊ എന്ത് സംഭവം? ആ ചേച്ചി പറ, ചേച്ചിയുടെ ഐഡിയ. ഇടേ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തിട്ട് അതാണ് പെണ്ണെന്ന് പറയും. മാമന് സന്തോഷമാകും അല്ലേ? അപ്പൊ ഒന്നാമത്തെ ചെലവ്. അത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ? നിങ്ങൾ പ്ലാൻ എടുത്തു. മുകളിലോട്ട് കൊണ്ടുപോണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്കാൻ കറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് അവിടേക്കൊക്കെ ഫുഡൊക്കെ മേടിച്ച് ചെയ്യണം. പിന്നെ
മറൈൻ ഡ്രൈവിലേക്കൊക്കെ പോവാം. പെണ്ണിന്റെ കാര്യല്ലേ മാമൻ പറന്നെത്തും ഉറപ്പാ. നടന്നാ നടന്നെന്ന് പറയാം, ഇല്ലെങ്കിൽ ഹലോ, ആ മക്കളെ പറ. മാമന് പെണ്ണ? ആ, മക്കൾക്ക് മാമനോട് സ്നേഹമുണ്ടല്ലേ? ശരി ശരി, മാമൻ വരാം വരാം വരാം. പെണ്ണ് നിങ്ങളൊക്കെയാണോ മാമന് പെണ്ണാലോചിക്കണേ? നിന്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ പോയി? വീട്ടിൽ കേട്ടോ? ആ മോളെ, ശരി ശരി ശരി, ബ്ലാക്ക് ഫോറസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരാം. മാമൻ വരാൻ ചക്കര, ഇപ്പൊ വരാം കേട്ടോ. പിള്ളേർ ഓരോ കാര്യങ്ങള്. ഞാൻ മാമനെ ഫോൺ ചെയ്തിട്ടുണ്ട്. ആളിപ്പെത്തും. എല്ലാം പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കണം. കേട്ടല്ലോ? എന്താണ് ആർക്കിട്ടാ പണി രാവിലെ? ഞാൻ പോവാ. പോയിട്ട് വരുമ്പോഴത്തേക്ക് വീടൊക്കെ വൃത്തിയിടാക്കിട്ടേക്കണേ. നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് തരുന്നതിനൊക്കെ. ഡേ, എല്ലായിടവും വൃത്തിയായിട്ടിരിക്കണം. ഒരു തരി പൊടി പോലും കണ്ടേക്കരുത്. നിനക്കാ ഇൻചാർജ്. എന്റെ അമ്മ ഒന്ന് പോയി, ഞങ്ങൾക്ക് ഇവിടെ വേറെ പരിപാടി ഉണ്ട്. അത് ശരി. വേറെന്താടി പരിപാടി? അതറിയുമ്പോ അമ്മ ഞെട്ടും. എന്നാ പിന്നെ ഞെട്ടിയിട്ട് പോകാം. അമ്മേ, അമ്മയുടെ സഹോദരനല്ലേ ഈ കല്യാണം കഴിയാതെ നടക്കുന്ന നമ്മുടെ നിർത്തടാ. ആരെ കുറിച്ച് നീ പറയണേ? അല്ല, നമ്മുടെ മാമന് പാർച്ചേച്ച ഒരു കല്യാണാലോചന കണ്ടുപിടിച്ചിട്ടുണ്ട്. ആണോ? ശരിക്കും? പിന്നെ അതൊക്കെ അമ്മ അവസാനം അറിഞ്ഞാ മതി. ഒന്ന് പറയടി പ്ലീസ്. അവസാനം അറിഞ്ഞാ മതി. മക്കളെ നീ വന്നാ? ഒരു പണി തുടങ്ങി. ഞാൻ അതൊക്കെ അറിഞ്ഞു. ഇതൊക്കെ ചുമ്മാ, ഞാൻ പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി വന്നല്ലോ. ഇല്ല, സീരിയസാ. അവര് നിന്നെ കെട്ടിച്ച് അടങ്ങും. മാമ, ഞങ്ങള് സീരിയസ് ആണ്. നീ പോടി. അച്ഛനും അമ്മയും വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ നടത്താൻ പോകുന്നത്. ഇനി ഞങ്ങളെ നോക്കട്ടെ, നടക്കും മാമ. നടക്കും മാമ, പേടിക്കണ്ട മാമ, നടക്കും. ഇനിയിപ്പോ എന്തായാലും വൈകി, ഇന്നിപ്പോ ഓഫീസിലൊന്നും പോകണ്ട. ഇത് നടക്കട്ടെ. നീ വാ വാ, വാടാ ഇങ്ങോട്ട്. അളിയാ, അഥവാ എന്നെങ്കിലും അളിയന്റെ കല്യാണം നടന്നിരിക്കട്ടെ. അതെന്ത് എന്നെങ്കിലും കല്യാണം നടന്നിരിക്കട്ടെ? നടക്കുകയും ചെയ്യും. നല്ല കിളി പോലത്തെ പെണ്ണിനെ അവന് കിട്ടുകയും ചെയ്യും. അതാവൻ പറഞ്ഞോ എളുപ്പമുണ്ട്. അളിയൻ എന്റെ കല്യാണം നടക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. താല്പര്യം ഇല്ലാത്തോണ്ടാണ് 10-12 വീട്ടിൽ കല്യാണാലോചനയായിട്ട് ഞാൻ നിന്റെ കൂടെ വന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാം മുടങ്ങിപ്പോയത്. നല്ല ഐശ്വര്യം. എന്റെ ഐശ്വര്യത്തിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, ഇവന്റെ മണ്ടത്തരം കൊണ്ടാണ് മുടങ്ങിയത്. എന്റെ മണ്ടത്തരോ? ഞാൻ ഒന്നും പറയണില്ല. നീ പറ. ചേച്ചി, അന്ന് കരിമിക്കയുടെ കൂടെ കല്യാണം ആലോചിക്കാൻ വേണ്ടി നമ്മൾ അവരെ വീട്ടിൽ പോയില്ലേ? അവരെ വീട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് അവരെ പറമ്പിലോട്ട് ഞാൻ ഇറങ്ങി. എന്നിട്ട് ബാക്കി പറയടാ. ഇറങ്ങി ഇവ എന്ത് ചെയ്തെന്നറിയാമോ? നേരെ പറമ്പിച്ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ മരിച്ചിനിയുടെ മൂട്ടി കുത്തിയിരുന്ന് തോണ്ടുന്നു. ചോദിച്ചോക്ക്. ചേച്ചി നല്ല മരിച്ചീനി ദൂരെ നടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ അങ്ങോട്ട് പോയത്. നമ്മുടെ പറമ്പിലൊന്നും ആ എന്നെ മരിച്ചീനി ഇല്ല. ബാലു എന്താ പറയാ? എന്നിട്ട് ഇതൊന്നും എങ്ങനെ പറയും? ഇവ അവിടെ തോണ്ടിക്കൊണ്ടേ ഇരിക്കാണ്. അവസാനം സഹിയിട്ട് ആ പെണ്ണിറങ്ങിയെന്ന് പറഞ്ഞ് ആ കിഴങ്ങനെ എനിക്ക് വേണ്ടാന്ന്. അതോടെ ആ ബന്ധം പോയി. എങ്ങനെ ആ ബന്ധം പോയത്? അങ്ങനെയാണ് ചേച്ചി. ഞാൻ പറമ്പിൽ നിന്ന് നേരെ വീട്ടിലോട്ട് കയറി ചെന്നപ്പോഴത്തേക്കുണ്ട് അളി ഒരു മൂലയിൽ വേർത്ത് കുളിച്ച് നിൽക്കണം. നോക്കിയപ്പോ ഉണ്ട് അവരുടെ 36 ഇഞ്ച് TV പൊളിച്ചടുക്കി ഇട്ടേക്കണ് താഴെ. എന്നെ കണ്ടപ്പോ കണ്ണിറുക്കി കാണിക്കുന്നു, ഓടി രക്ഷപ്പെടാന്ന്. നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സൗണ്ട് ശരിയാക്കാൻ വേണ്ടി റിമോട്ട് കയ്യിൽ കൊടുത്തതാണ്. ഇങ്ങനെ വലിയ ഇലക്ട്രീഷ്യൻ ആണെന്ന് നേരത്തെ വിളിച്ച് അറിയിച്ചേക്കണം. അയ്യോ, അതാരാ പറഞ്ഞു? ആര് വിളിച്ചറിയിക്കും? ഇങ്ങനെ തന്നെ അറിയിച്ചേക്കണം. നിങ്ങളെ കൊണ്ട് തോറ്റിട്ടാ. എനിക്കൊരു കാര്യം പറയാണ്ട്. യവന്റെ കല്യാണത്തിന് മുമ്പേ നിന്റെ വീട് എന്റെ പേരിലാക്കി തരണം. പിള്ളേർ 5 വാക്ക് പാലിക്കണം. അതെന്തളി അങ്ങനെ ഒരു പറച്ചില്? ഞാൻ എന്റെ സ്വന്തം വീടും പറമ്പ് പോലെ അല്ലേ അളിയാ നോക്കിക്കൊണ്ടിരിക്കണത്? എനിക്കറിയാം, നീ നിന്റെ സ്വന്തം പറമ്പ് പോലെയാണ് നോക്കിക്കൊണ്ടിരിക്കണേ. പക്ഷെ വന്നു കയറുന്ന നിന്റെ ഭാര്യ എങ്ങനെ വിചാരിച്ചാലാ ഇത് അവളെ സ്വന്തമാണെന്ന്? പിള്ളേര് 5. ദുഷ്ട മനസ്സാണ് ബാലുവിൻ്റെത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ കെട്ടുന്ന പെണ്ണ് ഭാഗ്യമുള്ളതായിരിക്കും. അന്തസ്സായിട്ടായിരിക്കും അവൻ അവളെ നോക്കുന്നത്. എന്റെ ഗതി മാത്രം ഇങ്ങനെ ആയിപ്പോയി. ലോകത്തൊരു പെണ്ണിനും ഇങ്ങനെ അവസ്ഥ വരല്ലേ? വിധിയാണ് ചേച്ചി. അതല്ല അന്നച്ഛൻ സ്ട്രോങ് ആയിട്ട് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കിട്ടത്തില്ലായിരുന്നു.
മതി നിങ്ങൾ കല്യാണം ആലോചിച്ചത്. എന്റെ മക്കള് നോക്കിക്കോളൂ. നോക്കട്ടെ, നടന്നു പോലെ തന്നെ നടക്കും. ഡേ ഇതിനു മുമ്പ് എന്നോട് കൊണ്ടുപോകും. ഓളിയാന്ന് എനിക്ക് കല്യാണം വേണ്ട ചേച്ചി. എടാ നീ വീട് അങ്ങേര് പറഞ്ഞൊന്നും കേക്കണ്ട. എന്റെ മക്കൾ കൊണ്ടുതരും നിനക്ക് നല്ല പെണ്ണിനെ. അന്ന് കുഴപ്പമില്ല ചേച്ചി. ആ പാടത്തൊക്കെ നിന്നിട്ട് നമ്മൾ പണിയെടുത്ത് നമ്മൾ ചോദിച്ചോളാം. ശരി, അത് മതി ചേച്ചി, അങ്ങനെയൊക്കെ മതി. അതൊക്കെ മതി. ഇനിയിപ്പോ എത്രയൊക്കെ ആയില്ലേ ചേച്ചി, ഇനിയിപ്പോ എന്തോന്ന് കല്യാണം. എടാ വെറുതെ വിഷമിക്കല്ലേ. നിന്റെ കാര്യം അങ്ങേരെ ഇങ്ങനെ ഒരു അസൂയാലും 4 കൊല വിളഞ്ഞിരിക്കണ സുഖം കിട്ടുക ചേച്ചി ഒരു കല്യാണം കഴിച്ച. കൊല വിളഞ്ഞേക്കോ? പെണ്ണ് കാണൽ വല്ലതും നടക്കുവോ? നടക്കും. ഇപ്പൊ ഇവിടെ നടക്കാൻ പോവാണ്. ഇവിടെ നടന്നാൽ അച്ഛൻ ഇല്ല ഇവിടെ. ഹാ, അച്ഛൻ വല്ല റേഡിയോയുടെ മുമ്പിൽ ഇരുന്നോളും, ശല്യപ്പെടുത്തൊന്നുമില്ല. അപ്പൊ എത്ര പേര് വരും? ആ, എത്ര പേരും ചോദിച്ചാ പെണ്ണുണ്ടാവും, പെണ്ണിന്റെ അനിയത്തി ഉണ്ടാവും, പിന്നെ അമ്മാവൻ അമ്മായി, അങ്ങനെ കുറച്ച് പേര്, ഫ്രണ്ട്സ്, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ. ഇതൊരു അൺഒഫീഷ്യൽ പെണ്ണുകളി ചടങ്ങല്ലേ. എല്ലാം ഓക്കെ, ടപ്പി ടപ്പിന്ന് കാര്യം നടക്കും. ഈ ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടുന്ന സൗണ്ട് അല്ലേ? നീ മിണ്ടായിരിക്കും ചേച്ചി. നല്ല കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ടപ്പേ ടപ്പേന്ന് പറയണേ. ടപ്പേ ടപ്പേന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂലെന്നാണ്. അല്ല, അപ്പൊ അവര് വരുമ്പോഴേക്കും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? ഫുഡ് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ച് ഓർഡർ ചെയ്യാം. അവര് ടപ്പേന്ന് വീട്ടിലെത്തിക്കും. ഡേ നീ ടപ്പേന്ന് ഇനി മിണ്ടി പോകരുത്. എന്റെ മാമ ഫുഡ് എത്തുമ്പോഴേക്കും മാമിന്റെ കോലൊന്നും മാറ്റണം. മുണ്ടെടുക്കണ്ട, പാന്റ് ഇട്ടാ മതി. മുണ്ടി കാണണ പെണ്ണ് കണ്ടാ മതി. മുണ്ടി കണ്ട പെണ്ണ് എടി മുണ്ട് എടുത്തോണ്ട് കാണണ പെണ്ണ് കണ്ടാ മതി. അങ്ങനെ. ആ, ഓക്കെ. മാമൻ പറയുന്നേക്ക്, ഞാൻ മാമന്റെ ഫോട്ടോഷോപ്പിൽ കയറ്റി കിഡിലാക്കിയാണ് പെണ്ണിനെ അയച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരുന്ന വഴി ഫോട്ടോഷോപ്പിൽ കയറിയാൽ മതിയായിരുന്നല്ല. ഓ എന്റെ മാമൻ സുന്ദരനായി നടന്നില്ലെങ്കിൽ ഈ കല്യാണം എപ്പോ ചീറ്റി പോന്ന് ചോദിച്ചാ മതി. മാമാ ടപ്പേ നിന്നെ മാമ ഇപ്പൊ ഞങ്ങൾ പറയുന്ന കേക്ക്, വാ നമുക്കൊന്ന് റെഡി ആവാം. വാ വാ. വാ ബാ മതിയെന്ന്. വാ. മതിയടാ, ഇതൊക്കെ മതി. ഞാൻ മാമനുണ്ടല്ലോ, എത്ര പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ. മാമനെ കാണാൻ ഞെട്ടണം. നിന്റെ അച്ഛനെ കണ്ട വെട്ടണം. ചുമ്മാടി. മാമൻ ചെറുപ്പത്തിലേ കറുപ്പായിരുന്നോ? മാമൻ ചെറുപ്പത്തിലെ തൊട്ട് അധ്വാനിക്കുകയാണ്, വെയിലത്ത് പാടത്ത് പറമ്പത്തും. എൻ്റെ അച്ഛൻ എൻ്റെ അകത്തിരുന്ന് മറ്റേ ഇലക്ട്രോണിക് സാധനങ്ങൾ കുത്തി വെളുത്തുരുണ്ടിരിക്കണതാണ്. എന്റെ മാമ കറുപ്പാണെങ്കിൽ കാണാൻ എന്താ ഐശ്വര്യം എന്നറിയോ? കൂടുതൽ പൊക്കല്ലേ. എനിക്ക് റെഡിയാ. സുന്ദര കുട്ടപ്പൻ ഷാരൂഖ് ഖാനെ പോലെ ഉണ്ട്. എവിടെ നോട്ട് കാണിച്ചാ ഇട്ടോ. ഓ Awesome man, awesome. 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 Ole! Throw your hands up. Here we go. We're all the cuties. Here we go. Boom up to your grill. Here we go. എടി കാർ തേച്ചോണ്ട് വാടി ഇങ്ങോട്ട്. പ്ലേറ്റ് അപ്പുറത്തെടുത്ത് വെച്ചു. ഓ കണ്ടിട്ട് കൊതിയാവുന്നു. ഓ ആർത്തി പണ്ടാരൊന്ന് വെയിറ്റ് ചെയ്യടാ. എന്തോന്ന് എന്താ അച്ഛൻ കാണുന്നില്ലേ? എവിടെ നിന്ന് ഒപ്പിച്ചടാ? അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ച്. അച്ഛനോട് ചെറിയ പറഞ്ഞപ്പോ ഭയങ്കര ഗമയാണെന്നല്ലോ. അച്ഛന് പരീക്ഷണങ്ങളൊന്നും ഇല്ലേ? പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്, ഭാവം കഴിക്കാം. നിക്കച്ചാ ഇത് അച്ഛന് തികയത്തില്ല, ഞങ്ങക്ക് മാത്രമേ ഉള്ളൂ. എടുത്തോട്ടാ. അതെടുത്തോ, കുഴപ്പമില്ല. അപ്പൊ അത് നീ കഴിക്കാൻ പറ്റൂല. അത് മാത്രമേ ഉള്ളൂ. അച്ഛാ. എങ്ങനെയുണ്ട്? ഇപ്പോഴാണ് മാമനെ സൂപ്പർ ആയിട്ടാണ്. പോടാ, എനിക്ക് മുണ്ടേ ചേരും. ഇപ്പോഴാണ് ഗെറ്റപ്പ് ഡീസന്റ് ലുക്ക് വന്നല്ലേ? ഹലോ, ആണോ? അയ്യോ, ആ കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. ശരി ഓക്കെ. ആ
എന്ത് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അമ്മ. എന്ത് പ്രശ്നം? അതെ, അവര് പറഞ്ഞത് ഒരു അൺഒഫീഷ്യൽ പെണ്ണുകാണല്ലേ, അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് വേണ്ട, നമുക്ക് ഏതെങ്കിലും മോളിൽ വെച്ചിട്ട് മതിയെന്നാ അവര് പറയണേ. മോളാ? ആ മോള് ഏതെങ്കിലും മോളിൽ വെച്ചിട്ട്. അപ്പൊ പിന്നെ പോവാം. അവരോട് ചോര് ഏത് മോളാണെന്ന് ചോര്. പക്ഷെ അവരിവിടെ ഇവിടെ അടുത്ത് മറ്റേ മോളില്ലേ ഇവിടെ ഇവാള് ആ അതേത് മോള്? നമ്മുടെ അബ്രോ മോള്. അപ്പുറം മോള്. പിന്നെ അങ്ങോട്ട് പോകാം. അല്ല അല്ല എന്തായാലും ഫുഡ് റെഡിയായി. അതൊക്കെ വന്നിട്ട് കഴിക്കാം. അവര് പോകും. അല്ലെ എന്തായാലും ഫുഡ് റെഡിയായല്ലോ, അപ്പൊ നമുക്ക് തിന്നിട്ട് പോവാം. പിന്നെ പെട്ടെന്ന് കഴി. വാ, വാ. എനിക്കും ചിക്കൻ പീസ് വേണം. ചിക്കൻ? പീസ്. ഓ എന്നിട്ട് അവന്മാര് പറഞ്ഞില്ല കേട്ടാ എൻ്റെ അടുത്ത്. പറഞ്ഞില്ലേ? അച്ഛനും കഴിച്ചിരുന്ന് ചിക്കൻ കഴിക്കാം. നല്ല ഒന്നാം തരം ചിക്കൻ ബിരിയാണിയാ. എന്ത് എവിടെ അളിയാ? എവിടെ പോണ്? പുറത്തോട്ട് പോണല്ലേ? ആ കൊള്ളാം കേട്ടാ. ഒരു ഇറങ്ങിക്കണ്. എന്റെ പാൻ്റാണെന്ന് പറയില്ല കേട്ടാ. ഇതാ ഇത് അളിയന്റെ എല്ലാ അളിയന്റെ പാൻ്റ് തന്നെ. ഒന്ന് പോ അളിയാണ്. നിനക്ക് നല്ല ചേരടാ. അത് ശരി. അച്ഛരിക്കേ ശരിയാ. എവിടെ പോണേ? ഓറഞ്ച്. മാമന്റെ കൂടെ എവിടെ പോണേ? അമ്മ എനിക്ക് ആപ്പിള്. അത് സ്ഥലം വരെ. ഇന്നാള് പോയപ്പോഴേ ഓറഞ്ച് ഓറഞ്ച്. ഇന്നാള് പോയപ്പോ ഒരു അനുഭവം ഉണ്ട്. പകുതി വഴിയായ പെട്ടിട്ട് പാടി പിള്ളേരെ. എപ്പോ? നാളെ ഒരിക്കൽ പോയപ്പോഴേ. അതൊക്കെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നെ പോയത്. അളി ഒരു കാര്യം ചോദിച്ചു. നീ പെണ്ണാറ്റ കാണാൻ തന്നെ പോണത്? പെണ്ണ് കാണാൻ പോണ തന്നെ. പിള്ളേരൊക്കെ ഒരേ ആഗ്രഹം നിന്നെ കൊണ്ട് കെട്ടിച്ച് അടകൊള്ളം. എന്നെ കൊണ്ട്. ഓ ഒരു കാര്യം അളി ഇരി. ഞാനിരിക്കില്ല. നീ ഇരിന്ന് ഇരി അളിയാ. ഇരിക്കളിയ ഇരിക്കിച്ചാ. കഴി. പീസ് ഉണ്ടായില്ല. കഴിച്ചോ? കഴിച്ചോ? അച്ചാറ് വേണോ അച്ഛാ? അല്ല അച്ചാർ കൂടി ഇട്ടോ. കളർഫുൾ. ആ തിന്നാനും കൊള്ളായിരിക്കും. വേണോ? അവനെ ഈ പശുവിന് കൊടുത്തുള്ള പരിചയമാണ്. അതാണ് ഇവിടെ കാണിച്ചത്. അവൻ എല്ലാം കൂടെ കാടിക്കലത്തിട്ട് തട്ടി. അതാണ് ഇവിടെ കാണിച്ചിട്ട് പോയത്. ആ അതൊക്കെ നേരെ. നമുക്ക് സമയമില്ല അല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. അവനിവിടെ പോണേക്കെ കൊള്ളാം. അന്നത്തെ പോലെ കരഞ്ഞുകൊണ്ട് വരരുത്. അച്ഛൻ കഴിക്കച്ചാ. കഴിക്കച്ചാ. കഴിക്കാം. കുട്ടനും പിള്ളേരെ കണ്ടില്ലല്ലോ. അവരോടെ പോയി. ഓ മാമനെ പെണ്ണെട്ടിക്കാൻ വേണ്ടി പോയല്ലേ? ചിലപ്പോ ഇനി കല്യാണം കഴിഞ്ഞേ വരൂ. ഇന്ന് പോവാലോ. എന്ത്? അവ ആരെ കാണിച്ചു കൊടുത്താലും കിട്ടും. അത്രയ്ക്ക് ആക്രാന്ത മൂത്ത് കിടക്കാണ് നിന്റെ അനിയൻ. ആ ദേ വന്നല്ലേ. നിങ്ങൾ എങ്ങോട്ടാ പോയേ? പെണ്ണാണാൻ പോയതാ. ഞാൻ പറഞ്ഞില്ലേ? അതിനാണ് ഒരുങ്ങി പോയല്ലേ? അളിയാ നിനക്ക് പാൻ്റ് ഒട്ടും ചേരണില്ല കേട്ടാ. എനിക്ക് ചേരില്ല, പക്ഷെ അളിയനെ നന്നായിട്ട് ചേരും. ഞാൻ ഒരുമാതിരി കുറുകി ഉരുണ്ട് വയറും ചാടി മത്തങ്ങ മുഖമൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഈ പുതിയ വീടൊക്കെ വയ്ക്കൂലേ, അതിന്റെ മുമ്പിൽ കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി കെട്ടിത്തൂക്കും കോലം. അതുപോലെ ഇരിക്കണം അല്ലേ അളിയാ? നിങ്ങൾ എന്തിനാ അവനെ തുറച്ചു നോക്കണേ? നിങ്ങൾ വല്ലതും പറഞ്ഞാ? ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് പെണ്ണുകാളിൽ നടന്നാ? അതെമ്മേ, പെണ്ണിന് മാമന്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ പെണ്ണ് കാണാൻ വിളിച്ചോണ്ട് പോയത്. പക്ഷെ പെണ്ണ് കണ്ടത് മാമന്റെ ഗ്രൂപ്പ് ഫോട്ടോ. അന്ന് നമ്മൾ ശശിമാമന്റെ കല്യാണത്തിന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ലേ, അതിലേ മാമന്റെ അടുത്തിരുന്ന സഞ്ജു ചേട്ടനെ പെണ്ണിന് ഇഷ്ടപ്പെട്ടത്. പാവം എന്റെ മാമന്റെ വിഷമം കാണാൻ ഇവിടെ ആരും ഇല്ല. എന്നിട്ട് നീ പെണ്ണിനെ കണ്ട? ഞാൻ പെണ്ണിനെ ഒന്നും കാണുന്നുമില്ല, നീ കാണാനും പോണില്ല, കെട്ടുന്നുമില്ല. ഞാൻ പെണ്ണിനെ ഒന്നും കാണുന്നുമില്ല, നീ കാണാനും പോണില്ല, കെട്ടുന്നുമില്ല. പിന്നെ എന്തിന് ആക്രാന്തം കൊണ്ട് പിള്ളേരോടെ പോയത്? അത് പിള്ളേരോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കാന്ന് വിചാരിച്ചു. അയ്യോ പാവം ഞാൻ അല്ലല്ലയാ, പിള്ളേര്. അവരാഹാരത്തിന് ആക്രാന്തം മൂത്താണ് എന്നെ കൊണ്ട് ഈ കളി കളിപ്പിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
ഞാൻ നിന്നു കൊടുത്ത്. എൻ്റെ ചേച്ചിയുടെ പിള്ളേരല്ലേ, വാങ്ങിച്ചു കൊടുക്കേണ്ടവനെ ഇവിടെ ഗതിയില്ലാതെ വായും പൊളന്നിരിക്കണം. അവരെന്നെ കളിപ്പിച്ചല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഒന്നുമില്ല, എൻ്റെ സ്വന്തം ചോരയല്ലേ അളിയാ. ഡേ, എന്റെ അനിയന്റെ ജീവിതം വെച്ചാണോ നീയൊക്കെ കളിക്കുന്നേ? അങ്ങനെ പറഞ്ഞ അച്ഛനും അമ്മയും ഞങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ എല്ലാം ചെയ്തു തരണ്ടേ? പുറത്തുപോയി ഫുഡ് കഴിക്കാനും മോളിൽ പോയി ചുറ്റി ഇറങ്ങാനും ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞതാ. നിങ്ങളാരും മൈൻഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. യവൻ കല്യാണം കഴിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അല്ല, കല്യാണം കഴിക്കാൻ നിന്ന് അവൻ്റെ സ്വത്തുക്കളെല്ലാം കൂടെ എൻ്റെ പിള്ളേരെ പേരിൽ എഴുതി വെക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഇത്രയും വൃത്തിയായിട്ട മനസ്സാണ് ബാലുവിൻ്റെത്. അളിയന്റെ കണ്ണ് നിറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച് ഇനിയെങ്കിലും അളിയൻ നന്നാവുമെന്ന്. ഇത് ഈ ഇടക്കാലത്തൊന്നും നന്നാവൂല. ഫോട്ടോ മക്കളെ, ഫോട്ടോ ഇട്ടെ, മാമൻ വിളിക്കാം കേട്ടാ.